17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് 7 ഘട്ടങ്ങളിലായി നടത്തും. ഏപ്രിൽ 23-നാണ് കേരളത്തിലെ വോട്ടെടുപ്പ്. കേരളത്തിൽ ഏപ്രിൽ 4-ാം തീയതി വരെ സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. 5-ാം തീയതിയാണ് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കുക. 8-ാം തീയതി വരെ പത്രിക പിൻവലിക്കാം. ദില്ലിയിൽ വിജ്ഞാൻ ഭവനിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുനിൽ അറോറ, കമ്മീഷണറുകളായ സുശീൽ ചന്ദ്ര, അലോക് ലവാസ എന്നിവർ വാർത്താസമ്മേളനം വിളിച്ചു ചേർത്താണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതും തീയതിയും അജണ്ടയും പ്രഖ്യാപിച്ചതും. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് തീയതിയോടെ സംസ്ഥാനത്തെ പോരാട്ടം മുറുകുന്ന ഒരു സാഹചര്യമാണ്. തെരഞ്ഞെടുപ്പിൽ ഒരു ചുവട് മുൻപേ UDF 20 സ്ഥാനാർത്ഥികളുടെയും പേര് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 16 സീറ്റ് CPM-നും 4 CPI-ക്കും മുന്നണി മാറിയപ്പോൾ MP വീരേന്ദ്രകുമാറിന്റെ നേതൃത്വത്തിലുള്ള ലോക് താന്ത്രിക് ജനതാദളിന് വടകര സീറ്റ് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. എന്നാൽ സീറ്റ് വിഭജനത്തിൽ പൂർണ്ണമായും തഴഞ്ഞെന്നാരോപിച്ച് മുന്നണിയിൽ കലാപത്തിനൊരുങ്ങിയിരിക്കുകയാണ് പാർട്ടി. 11-ന് ചേർന്ന സംസ്ഥാന നേതൃയോഗത്തിലാകും അന്തിമ തീരുമാനം ഉണ്ടാവുക. കഴിഞ്ഞ തവണ JDS-ന് വിട്ടുകൊടുക്കാത്ത കോട്ടയം സീറ്റ് ഇത്തവണ CPM സ്വന്തമാക്കിയതും അസ്വാരസ്യത്തിന് കാരണമായിട്ടുണ്ട്. ഒറ്റയ്ക്ക് മത്സരിക്കണമെന്ന പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ ആവശ്യവും ഇടതുമുന്നണിക്ക് തലവേദനയായി മുന്നിലുണ്ട്. UDF-ൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ തുടരുകയാണ്. മുസ്ലിം ലീഗിന് 2-ഉം കേരള കോൺഗ്രസിനും RSPക്കും ഓരോ സീറ്റ് വീതവും നൽകാനാണ് തീരുമാനം. മൂന്നാമതൊരു സീറ്റ് എന്ന മുസ്ലിം ലീഗിന്റെ ആവശ്യം 2ാമതൊരു രാജ്യസഭാ സീറ്റ് എന്ന വാഗ്ദാനം കൊണ്ടാണ് കോൺഗ്രസ് വെട്ടിയത്. കേരള കോൺഗ്രസ് ഒരു സീറ്റിൽ ഒതുക്കാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കിയെങ്കിലും ആ സീറ്റിന്മേൽ PJ ജോസഫ് അവകാശം ഉന്നയിച്ചു കഴിഞ്ഞു. കോൺഗ്രസിന്റെ കരട് പട്ടിക തയ്യാറാണ്. ഹൈക്കമാൻഡിന്റെ അംഗീകാരത്തോടെയായിരിക്കും അന്തിമ ലിസ്റ്റ് പുറത്തുവിടുക. 13, 14 തീയതികളിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി കേരളത്തിലുണ്ട്. ഈ സാഹചര്യത്തിൽ 12-നെങ്കിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനാണ് നീക്കം. BJP-യിൽ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ചുള്ള അന്തിമ റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ അഭിപ്രായം തേടിയിട്ടുണ്ടെന്നും അക്കാര്യം കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നുമാണ് സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. 4 മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിൽ രൂപം നൽകിയ പട്ടികയും കേന്ദ്രത്തിന് മുന്നിലുണ്ട്. 7 ഘട്ടങ്ങളിലായാലും തെരഞ്ഞെടുപ്പ് നടക്കുക. ഏപ്രിൽ 7-നാണ് ആദ്യഘട്ട വോട്ടെടുപ്പ്. 3-ാം ഘട്ടമായ ഏപ്രിൽ 23-നാണ് കേരളത്തിലെ വോട്ടെടുപ്പ് നടക്കുന്നത്. കൃത്യം ഒരു മാസം കഴിഞ്ഞ് മെയ് 23-ന് കേരളമടക്കം എല്ലാ സംസ്ഥാനങ്ങളിലെയും ഫലം പുറത്തുവരും. രാജ്യം ആര് ഭരിക്കുമെന്നും അന്നറിയാം. 90 കോടി ജനങ്ങൾ ഇക്കുറി വോട്ട് ചെയ്യും. അതിൽ 8.5 കോടി പേർ 18 വയസ്സിനും 19 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കൗമാരക്കാരാണ്. കേരളമടക്കം 15 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഒറ്റഘട്ടമായാണ് തെരഞ്ഞെടുപ്പ്. ജമ്മു കാശ്മീരിൽ 5 പ്രദേശങ്ങളിലായും ബീഹാർ, ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ 7 ഘട്ടങ്ങളിലുമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. ഏപ്രിൽ 11, ഏപ്രിൽ 18, ഏപ്രിൽ 23, ഏപ്രിൽ 29, മെയ് 6, മെയ് 12, മെയ് 19 എന്നീ 7 ഘട്ടങ്ങളായാണ് രാജ്യത്തെ എല്ലാ മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടക്കുക. 28-ാം തീയതിയാണ് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിന് വിജ്ഞാപനം വരിക. 4-ാം തീയതി വരെ സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. 5-ാം തീയതിയാണ് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കുക. 8-ാം തീയതി വരെ പട്ടിക പിൻവലിക്കാനുള്ള സമയവുമുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് തെരഞ്ഞെടുപ്പ് നടത്തുന്ന സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ആന്ധ്രാപ്രദേശ്, അരുണാചൽ, ഗോവ, ഗുജറാത്ത്, ഹരിയാന, ഹിമാചൽ, കേരളം, ഹിമാലയ, മിസോറാം, നാഗാലാൻഡ്, പഞ്ചാബ്, സിക്കിം, തെലങ്കാന, തമിഴ്നാട്, ഉത്തരാഖണ്ഡ്, ദാദ്ര നഗർ ഹവേലി, ലക്ഷദ്വീപ്, ദില്ലി, പോണ്ടിച്ചേരി, ചണ്ഡീഗഡ് എന്നിവയാണ്.